ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 13ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ 3 ഏരിയയാണ് ഒതുക്കാനായിട്ട് പോകുന്നത്. 13ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് കാര്യം 3 മേഖലയാണ് നമ്മൾ ഒതുക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഒതുക്കുന്നത് നമ്മുടെ ബെഡ്ഷീറ്റും ടവൽസും ഇതൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അലമാരയിലാണ് ഒതുക്കണേ. അപ്പോൾ ഞാനിതൊരു 4 മാസം മുൻപ് തന്നെ ഒതുക്കിയിരുന്നു. അപ്പോൾ നല്ല വൃത്തിക്ക് അത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒതുക്കി വയ്ക്കുന്നത് ബാത്ത് ടവലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ടവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരവരുടെ തിരിച്ചറിയാനായിട്ടും ആ കളേഴ്സൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എല്ലാവരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഓരോ ടവലിൻ്റെ കോർണറിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോ ഫൈബറിൻ്റെ ടവൽസാണ്. അത് കുറച്ചും കൂടി നല്ല രീതിക്ക് വെള്ളം അബ്സോർബ് ചെയ്യും. സാധാരണ വെള്ളത്തോർത്താണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ അടയാളം വെക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് വെക്കുന്നതാവും നല്ലത്. ഇനി നമ്മൾ ബാത്റൂംസിനും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്തിടുന്ന ചെറിയ ടവലുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഒതുക്കി വെക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒരു ബാഗിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടവൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കുറയുമ്പോൾ ഫെയ്ഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന അതുപോലെയുള്ള ചെറിയ ടവലുകൾ നമ്മൾ സെപ്പറേറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ടവൽസ് അത് ഏത് ടൈപ്പ് ആയാലും അത് നമ്മൾ വേറെ വെക്കുക. അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് ആയിട്ട് ഇരിക്കും. അതിന് ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ 1-2 എണ്ണം ഒന്ന് മാറ്റി വെക്കുക, ഇങ്ങനത്തെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തോർത്തുകൾ, സാധാരണ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടവലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബാഗിലാക്കിയിട്ട് ഒതുക്കി വെക്കാം. ബാഗിൽ വെക്കുമ്പോൾ ഒരു ഗുണം, കുറേ ഇങ്ങനെ മടക്കി അട്ടിയിട്ട് വെക്കുമ്പോൾ തട്ടിമറിഞ്ഞ് വീഴാതെ അത് വൃത്തിയായിട്ട് ഇരിക്കും. അതിനാണ് ഞാൻ അങ്ങനത്തെ തുണിയുടെ ഒരു ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് കർച്ചീഫ് ഇങ്ങനൊരു ട്രേയിലാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും മൈക്രോ ഫൈബർ മെറ്റീരിയലിൻ്റെ ഹാൻഡ് ടവലുകളാണ്, കർച്ചീഫ്സ് ആണ്. നിങ്ങൾ ഏത് ഉപയോഗിക്കുന്നത്, കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾ മടക്കി വെക്കാം. ഓരോ അലമാരയും ഒതുക്കേണ്ടത് ആ അലമാരയുടെ സ്പേസ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ചായിരിക്കണം. എനിക്ക് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങളുടെയും കറക്റ്റായിട്ട് വരും എനിക്ക് പറയാൻ പറ്റുക. കാരണം ഓരോരുത്തരുടെയും വീട് പല രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കട്ടി കുറച്ച് മടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൻ്റെ അളവുകൾ നോക്കിയിട്ട് ഒതുക്കിയാൽ അലമാരയിൽ ഒരുവിധ ഐറ്റംസ് എല്ലാം തന്നെ കൊള്ളും. ഇനി ഞാൻ എടുത്ത് വെക്കുന്നത് കുഷൻ കവേഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഈ ലിവിങ് റൂമിലൊക്കെ വെക്കുന്ന സോഫയമേയുള്ള ചെറിയ കുഷൻസിന് വേണ്ടിയുള്ള കവറുകളാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഒരു സെറ്റ് വാങ്ങുമ്പോൾ 5 എണ്ണമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ കയ്യിൽ ബെഡ്റൂമിൽ വെക്കാനും ലിവിങ് ഏരിയയിലും മക്കളുടെ റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കുഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഓവറൊക്കെ വീഡിയോയിൽ കുറേ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുഷൻ കവേഴ്സ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിതും അങ്ങനെ തന്നെ ഒതുക്കണേ. അതായത് ടവൽ ഒതുക്കി അതേ രീതിയിൽ തന്നെ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ ഒക്കെ വെക്കുന്ന കവറുകൾ സെപ്പറേറ്റ് ഒരു ബാഗിൽ വെക്കുകയാണ്. ബാക്കി നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കുന്നത് സാധാരണ കാണുന്ന പോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് എങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 മാസം മുൻപ് ഞാൻ എല്ലാ ബെഡ്ഷീറ്റും എടുത്ത് വീണ്ടും ഞാൻ ചേട്ടനോട് പിടിച്ച് ഫുൾ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വാഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് നല്ലതായിട്ട് മടക്കി വെച്ചാൽ മതി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാട്ടോ ബെഡ്ഷീറ്റ് മടക്കൽ. എനിക്ക് എന്താണാവോ, ബാക്കി ഡ്രസ്സുകൾ മടക്കണ പോലെയല്ല, തീരെ ഇഷ്ടമല്ല. ഒന്നാമത് മേ ബി അതിൻ്റെ വലിപ്പം കൊണ്ടാവാം, അത് എത്ര മടക്കിയാലും ഞാനത് മടക്കുമ്പോൾ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അതിൻ്റെ ഒരു വലിപ്പം കറക്റ്റായിട്ട് ആ ഷെൽഫിലേക്ക് വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ മടക്കി എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് പ്രാവശ്യം നമ്മൾ നല്ലതായിട്ട് മടക്കി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബെഡ്ഷീറ്റ്സ് എല്ലാം തന്നെ ഒതുക്കി വെക്കുകയാണ്. ഒരു സൈഡിൽ ഞാൻ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ, ഡാർക്കായിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉള്ളതും, ഒരു സൈഡിൽ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളുമാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ഉള്ളതാണ്. ചിലത് മാത്രം പോളിസ്റ്റർ മിക്സിംഗ് ഉള്ള ബെഡ്ഷീറ്റ് ഉണ്ട്, എന്നാലും അത്ര ചൂടെടുക്കുന്ന പോലത്തെ അല്ല. നമ്മുടെ കയ്യിൽ ബെഡ്ഷീറ്റും ഇത്രയും വരാൻ കാരണവും നേരത്തെ നമ്മൾ പറഞ്ഞ കാരണം തന്നെയാണ്. നമ്മൾ ഈ റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ വാങ്ങിയും മാറ്റിയും ഒക്കെ ബെഡ്ഷീറ്റ് ഇത്രയായി. പക്ഷെ ഇപ്പം ഞാൻ തീരെ മേടിക്കാറില്ല. കാരണം റൂം മേക്ക് ഓവർ വീഡിയോസ് ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി കുറവാണ്. കാരണം ഇതിന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഓരോ ഐറ്റംസ് മേടിച്ച് അതിങ്ങനെ ഡംപ് ചെയ്യുന്നതൊരു നന്നായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ് നമ്മളിപ്പോൾ മേക്ക് ഓവർ ചെയ്യുന്നത്. അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് മേടിക്കാറില്ല. അടുത്തതായിട്ട് നമ്മൾ ബാത്ത് ടവലും പിന്നെ ഹാൻഡ് ടവലുകൾ, കർച്ചീഫ് ഇതെല്ലാം തന്നെ അടുത്ത തട്ടിൽ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എല്ലാവരുടെയും
ടവൽസ് നമ്മൾ പേരൊക്കെ എഴുതി എല്ലാം ഓർഡറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിസയുടെയും റോസുവിൻ്റെയും അവരുടെ റൂമിൽ വെച്ചിരിക്കുന്നു, എൻ്റെയും ചേട്ടൻ്റെയും ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമിലെ അവരവരുടെ റൂമിലുള്ള ഐറ്റംസ് അവിടെ തന്നെ എല്ലാം ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഓർഗനൈസിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എടുക്കുന്ന ഐറ്റംസ് തിരിച്ചു വയ്ക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. വീട് എപ്പോഴും നല്ലൊരു സിസ്റ്റം, നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 ഷെൽഫിൽ ഒതുക്കിയത്. ബാക്കിയുള്ള ബാഗുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഐറ്റംസ് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിരിക്കുക. കാരണം അത് എപ്പോഴും എടുക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് ബാഗിൽ വെക്കുമ്പോൾ നമുക്കത് ഏതെങ്കിലും ഐറ്റംസ് എടുക്കണമെങ്കിലും അത് തട്ടിമറിഞ്ഞ് വീഴുന്ന പ്രോബ്ലമേ ഇല്ല. നല്ല രീതിക്ക് നീറ്റായിട്ടിരിക്കും. ഈ ഒരു ഷെൽഫ് ഞാൻ ഇങ്ങനെ ഒതുക്കി പിന്നെ കുറേ നാളായിട്ട് ഒട്ടും കുഴപ്പമില്ല. നമ്മളൊരു ഷെൽഫ് ഒതുക്കുന്നത് കറക്റ്റായിട്ടില്ലെങ്കിൽ അതെപ്പോഴും വലിച്ചു വാരിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് ഒതുക്കിയേക്കണമെന്നുണ്ടെങ്കിൽ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഏറ്റവും ടോപ്പിലായിട്ട് കുഷൻ കവേഴ്സും അതെല്ലാം തന്നെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. അടുത്തതായിട്ട് ഇതുപോലുള്ള ടവലുകൾ നമ്മൾ കിച്ചണിലായാലും വാഷ് ബേസിൻ്റെ ഏരിയയിലായാലും ടവലുകൾ ഉപയോഗിക്കാറുണ്ടാവും. അപ്പോൾ ആ ടവലുകൾ അവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു അലമാരയിൽ വെക്കുന്നതാവും നല്ലത്. ബെഡ്റൂമിൽ വന്ന് അത് എടുക്കുന്നതിലും ഈസി അവിടെയുള്ള അടുത്തുള്ളൊരു ഷെൽഫിൽ വെക്കുന്നതാവും. അപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ അലമാരയുണ്ട്. അതിലൊരു ട്രേയിലാണ് ഈ പറഞ്ഞ ടവൽസ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ അവിടെ തുടയ്ക്കാനുള്ള തുണികളോ എന്താ വെച്ചാൽ ഈ ഒരു ഷെൽഫിലാണ് വെക്കുക. കിച്ചണിലായാലും ഇങ്ങനൊരു ട്രേ വെച്ചിട്ട് കിച്ചൺ ടവലുകളും കാര്യങ്ങളും അവിടെ വെച്ചിരിക്കണം. അപ്പോൾ അതാത് സ്ഥലത്തുണ്ടാകുമ്പോൾ അത് എടുക്കാനും വെക്കാനും എളുപ്പമാണ്. ഇനി ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, വലിയ വലിയ പുതപ്പുകൾ അല്ലെങ്കിൽ കുഷിൻസിൻ്റെ ആ പില്ലോസ് ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ കേർട്ടൻസ്, ഇതൊക്കെ എങ്ങനെ ഒതുക്കി വെക്കുന്നതെന്ന്. ഇതുപോലെയുള്ള വലിയ ബാഗ് നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് കിട്ടും. ഇതധികം ഭയങ്കര എന്താ പറയുക കട്ടിയുള്ള മെറ്റീരിയൽ ഒന്നല്ല, പക്ഷേ ഇതിൽ ഐറ്റംസ് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അലമാര വെച്ചാൽ അത് അവിടെ ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് അങ്ങനെ കീറിപ്പോവുക അങ്ങനെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെയുള്ള മുകളിലുള്ള ഷെൽഫുകളിലാണ് ഞാൻ ഈ പറഞ്ഞ കേർട്ടൻസ് ആയാലും ബ്ലാങ്കറ്റ് ആയാലും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് എപ്പോഴും എടുക്കണ്ട, ആവശ്യം വരുമ്പോൾ എടുക്കാം. ഈ ബാഗിലായതുകൊണ്ട് അത് എടുക്കാനും വെക്കാനും നല്ല എളുപ്പമാണ്. അങ്ങനെ ആ ഒരു സെക്ഷൻ നമ്മൾ ഒതുക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് എൻ്റെ ഡ്രസ്സിങ് ഏരിയയിലാണ് നമ്മൾ ഒതുക്കുന്നത്. ബെഡ്റൂമിന് ചേർന്നിട്ടൊരു ഡ്രസ്സിങ് ഏരിയ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ അലമാരകൾ എങ്ങനെ ഒതുക്കിയിരിക്കുക ഞാൻ കഴിഞ്ഞൊരു ദിവസം ഷെയർ ചെയ്തിരുന്നു. മേക്കപ്പ് ഐറ്റംസും ജ്വല്ലറിയും എല്ലാം തന്നെ ഞാൻ ഈ ഡ്രസ്സിങ് ഏരിയയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു മിറർ ഉണ്ട്. ആ മിററിൻ്റെ മുൻപിലായിട്ടാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസർ ഉപയോഗിക്കുന്നത്. ഇതൊരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു. നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് ഇവിടെ വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർഗനൈസറാണ്. കാരണം ഇത് വട്ടത്തിൽ കറങ്ങുന്ന മോഡലാണ്, പിന്നെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ആവശ്യമുള്ളത് ഇതിൽ വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ ആയാലും ബോഡി ലോഷൻ, പെർഫ്യൂംസ്, അങ്ങനത്തെ എല്ലാം ഇതിൽ ഒതുക്കി വെക്കാം. അതും വളരെ കുറച്ച് സ്പേസിൽ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എടുക്കാനും വെക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലാബിലുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെക്കുന്നതിലും വൃത്തിയായിട്ട് തോന്നിയത് ഇത് വെക്കുന്നതാണ്. ഇനി ഇതൊരു അലമാരയുടെ ഉള്ളിൽ വെച്ചാലും കുഴപ്പമില്ല, അത് നല്ല സൗകര്യമായിട്ടിരിക്കും. പക്ഷേ എനിക്കിതിവിടെ സ്ലാബും വെക്കുന്നത് ഇഷ്ടം. കാരണം നമ്മളെപ്പോഴും എടുക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അലമാര തുറന്നെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളിലോ അലമാരയിലോ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ, പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് പ്ലാസ്റ്റിക് പോലെ ക്ലിയർ ആയിട്ടുള്ള ഇതാണ്. ഇതുപോലെ തന്നെ ബ്ലാക്കും ബ്രൗൺ പിങ്ക് കളറിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഐറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓർഗനൈസർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒതുക്കണത് അവിടെ ഒതുക്കി വൃത്തിയാക്കി വെക്കാം. ഇനി മൂന്നാമത്തെ ഏരിയ നമ്മൾ ഇന്ന് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് ബാത്റൂം ആയിരുന്നു. ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കോർണർ ഷെൽഫ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണ്ടത്. ആ ഒരു കോർണർ ഷെൽഫ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് അതിൽ തന്നെ കൊള്ളൂ കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാല് സ്ക്രബ് ചെയ്യാൻ ഇതുപോലെ ഒരു കല്ല് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ഒരെണ്ണം വെക്കുക. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പുറത്ത് പോയിട്ട് കാല് വരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബാത്റൂമിൽ തന്നെ അതൊക്കെ ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ക്ലീനിങ് സപ്ലൈസ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ട്രേയും ഒരു ബാസ്ക്കറ്റുമാണ് വെച്ചിരിക്കുന്നത്. ഇതൊരുപാട് നാളായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒതുക്കി വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര ബാത്റൂംസ് ഉണ്ടോ അത്രയും ബാസ്ക്കറ്റ് വെച്ചിട്ട് ഐറ്റംസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ക്ലീനിങ് സമയത്ത് ഈസിയാണ്. അപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ ഈ ഒരു
മൈക്രോ ഫൈബർ ഇതുപോലെ ഗ്ലൗസ്, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലതാണ്. അതുപോലെ ഇങ്ങനെ ഒരു ബ്രഷ്, ഇതും നമ്മുടെ വോൾ ടൈൽ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിലൊരു എയർ ഫ്രഷ്നർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തുണികൾ ഞാൻ വെച്ചിട്ടുണ്ട്. തുടയ്ക്കുന്ന സമയത്ത് ഗ്ലാസ് തുടയ്ക്കാനോ അങ്ങനത്തെ ഒക്കെ പർപ്പസിന് വെച്ചിരിക്കുന്ന തുണികളാണ്. ബാസ്ക്കറ്റിൽ ഞാൻ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടുണ്ട്. കോളിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്, പക്ഷേ ഞാൻ വിന്നർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതൊക്കെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡെറ്റോൾ വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ. അതുപോലെ തന്നെ സാനി ഫ്രഷ് ഇതുപോലത്തെ ടോയ്ലറ്റ് ക്ലീനർ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ വെക്കാം. ഫ്ലോർ ടൈൽ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ സിഫാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ് സമയത്ത്. ഇത് ഞാൻ മാറ്റാറില്ല, ഇത് തന്നെ എപ്പോഴും ഉപയോഗിക്കാറ്. പിന്നെ ബേക്കിംഗ് സോഡ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്ലീനിങ്ങിന് വേണ്ട സ്ക്രബ്ബർ ബ്രഷുകൾ, ഗ്ലൗസ്, ടൂത്ത് ബ്രഷ്, ഇതെല്ലാം തന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ 3 മേഖലയാണ് നമ്മളിന്ന് ഒതുക്കിയത്. നമ്മുടെ ബെഡ്ഷീറ്റും ടവലുകളും അതെല്ലാം ഒതുക്കി. കോസ്മെറ്റിക് ഐറ്റംസ് നമ്മൾ ഒതുക്കി വെച്ചു. ബാത്റൂമും നമ്മൾ അവിടെയുള്ള ഐറ്റംസും ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 ബാത്റൂംസ് ഉണ്ട്. അവിടെ രണ്ടും നമ്മൾ വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെയും കൂടി നമ്മൾ ഒതുക്കി. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എല്ലാവരും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള 3 ടാസ്ക്കാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഡിസൈൻ മാത്രം ഒത്തിരി മാറ്റം വരുത്താം എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫോം ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത്തിരി ഫോമിൻ്റെ മെറ്റീരിയലാണ്, കട്ടിയുണ്ട്. പിന്നെ ഇത് പല കളേഴ്സിൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിക്കുക. ഒരു വട്ടം ഒട്ടിച്ചാൽ പിന്നെ ഇത് ഊരി എടുക്കുമ്പോൾ അത് കേടായി പോകും. അതുകൊണ്ട് തന്നെ നോക്കി കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ആ കോർണറിലേക്ക് ആവശ്യം വന്നു.